വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 76. കുഞ്ഞുണ്ണിയുടെയും കണ്ണന്റെയും ചിരികളികളും കരച്ചിലുകളുമൊക്കെയായി ദിവസങ്ങൾ പിന്നെയും ഓടിമറഞ്ഞു. 3 മാസങ്ങൾ കഴിഞ്ഞുള്ള ഒരു ദിവസം കാലത്ത് ആശ്രയ കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ മുറിയിൽ വിഭ കുഞ്ഞിന് പാല് കൊടുക്കുകയായിരുന്നു. കണ്ണുകൾ അടച്ചിരുന്ന് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന അവളെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് ആശ്രയ ചോദിച്ചു, ഇന്നെന്താ വിഭക്കുട്ടി ചേച്ചിയുടെ മുഖത്ത് ഒരു പ്രത്യേക വോൾട്ടേജ്? ഒന്നുമില്ല. കുഞ്ഞിനെ തോളിലേക്ക് കിടത്തി മുതുകത്ത് പതുക്കെ തട്ടിക്കൊടുക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. പക്ഷേ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും അറിയാതൊരു കള്ളച്ചിരി അവളുടെ മുഖത്ത് വിരിഞ്ഞത് ആശ്രയെ കണ്ടുപിടിച്ചു. ഡി ചേച്ചി, കിടന്നുരുളാതെ കാര്യം പറയും. നിന്റെ ഈ ലക്ഷണക്കേടുള്ള ചിരി കണ്ടാലറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. പറ എന്താ കാര്യം? കട്ടിലിൽ അവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ആശ്രയ വീണ്ടും ചോദിച്ചു. കുഞ്ഞിനെ കിടക്കയിലേക്ക് കിടത്തിയിട്ട് അവളുടെ താടിയിൽ പിടിച്ചൊന്നാട്ടിക്കൊണ്ട് വിഭ പറഞ്ഞു, ഡി പൊട്ടിക്കാളി ആശ്രയമേ, ഇന്നേ മാസം 3 കഴിഞ്ഞ്. അയിന് ഇതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എടീ, ഇനി തൊട്ട് ഇവിടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി കിടക്കേണ്ട കാര്യമില്ലെന്ന്. ഞാൻ അങ്ങ് മുകളിലേക്ക് പോകും ഉണ്ണീട്ടന്റെ കൂടെ. നിന്റെ ആ ഇൻസ്പെക്ടർ സാറ് ഇങ്ങോട്ട് വരികയും ചെയ്യും. മനസ്സിലായോ? ഓ അതാണല്ലേ പൊന്നുമോളുടെ മുഖത്ത് ഒരു കള്ളിയങ്കാട്ട് നീലിയുടെ ഭാവം. ഇന്നെന്റെ അളിയനെ കൊന്ന് നീ ചോര കുടിക്കൂടി ചേച്ചി. ഓ, നീ പിന്നെ പുണ്യാളത്തിയല്ലേ, പച്ചവെള്ളം അരച്ചു കലക്കി കുടിക്കുന്ന പാവം. നീയല്ലേടി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്റെ ഈ മോന്ത കണ്ടോണ്ട് കിടന്ന് മതിയായിന്ന്? അല്ല, അത് പിന്നെ ഏത് പിന്നെന്ന്? ദീപ അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അത് പിന്നെ ആ ഇൻസ്പെക്ടറുടെ മീശത്തുമ്പുകളെ മേലാസകല ഇങ്ങനെ ഉരഞ്ഞു നടക്കുമ്പോഴുള്ള ഒരു ഇക്കിളി ഉണ്ടല്ലോ. ഓ എന്റെ സാറേ, അത് ആസ്വദിക്കാനൊരു കൊതി, അത്രേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെയൊക്കെ പറയാമോ ചേച്ചി? ഞാനൊരു പാവല്ലേ? അയ്യോ, ഒരു പാവ. വിഭ ചിറി കോട്ടി അവളെ പുച്ഛിച്ചിട്ട് പറഞ്ഞു. അതെ, നമ്മളിങ്ങനെ ചന്തകളെ പോലെ തല്ലുപിടിക്കുന്നത് എന്തിനാളിയാ? നമ്മൾ കുറച്ചുകൂടി ഡീസന്റ് ആകേണ്ടിയിരിക്കുന്നു. ഒന്നുമില്ലേലും ഓരോ പിള്ളേരുടെ തള്ളമാരായില്ലേ. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നല്ലേ ഷാജിയേട്ടാ? ആശ്രയ പരിതപിച്ചു. ചേടാ, ഇവൻ പിന്നെ ഉറങ്ങിയല്ലോ കുഞ്ഞുണ്ണി. അപ്പോഴേക്കും ഉറങ്ങിപ്പോയ കുഞ്ഞുണ്ണിയെ വിഭ തട്ടി ഉണർത്താൻ ശ്രമിച്ചു. അവനവിടെ കിടന്ന് ഉറങ്ങട്ടേടി, എന്തിനെ ഉണർത്തുന്നേ? ഇപ്പൊ കിടന്നുറങ്ങിയാലേ രാത്രിയിൽ അവൻ എഴുന്നേറ്റിരിക്കും. അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിഭ പറഞ്ഞത് കേട്ട് ആശ്രയ മൂക്കത്ത് വിരൽ വെച്ച് അവളെ നോക്കി. അത് ശരിയാ, ഇത്ര കുഞ്ഞിലെ അവൻ വല്ലതുമൊക്കെ കണ്ട് പേടിക്കണ്ട. പൊന്നു മോളെ, നിന്റെ ഈ പടപ്പുറപ്പാട് കണ്ടിട്ട് അടുത്ത കൊല്ലം ഇതുപോലൊരു കുഞ്ഞു ട്രോഫി കൂടി കയ്യിലിരിക്കുമെന്ന് തോന്നണില്ല. ഈ ട്രോഫികൾ പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ആശ്രയമേ. കൈകൾ വിടർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. കൊള്ളാം. അവൾ പറഞ്ഞത് കേട്ട് ആശ്രയ തല കുലുക്കുന്നതിനിടയിൽ അപ്പച്ചി കണ്ണനെയുമായി അകത്തേക്ക് വന്നു. അതോടെ അവരുടെ സംസാരം അവിടെ വെച്ച് നിൽക്കുകയും ചെയ്തു. വൈകുന്നേരം സുദേവ് തിരികെ എത്തിയപ്പോൾ അപ്പച്ചി മുൻവശത്തിരുന്ന് TV കാണുകയായിരുന്നു. പതിവ് പോലെ കുഞ്ഞിനെ കാണാൻ താഴത്തെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ അവനെ അപ്പച്ചി പിന്നിൽ നിന്നും വിളിച്ചു. ഡാ ഉണ്ണിക്കുട്ടാ, എങ്ങോട്ടാ? സുദേവ് തിരിഞ്ഞു നിന്നു. ഞാൻ കുഞ്ഞുണ്ണിയെ കാണാൻ. അവനെ കാണാനാണെങ്കിൽ നീ മുകളിലേക്ക് പോയിക്കോ. അവരെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. താഴെ ആശ്രയാണുള്ളത്. മനസ്സിൽ പൊട്ടിയ ലഡുവിന്റെ എഫക്റ്റ് മുഖത്ത് കാട്ടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവൻ അപ്പച്ചിയെ നോക്കി. കൂടുതൽ നിന്ന് താളം ചവിട്ടാണ്ട് മക്കളെ ചെല്ല്. TVയിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് അപ്പച്ചി പറഞ്ഞത് കേട്ട് കതിനയ്ക്ക് തീ കൊളുത്താനോടുന്ന വെടിക്കെട്ടുകാരനെ പോലെ ഒറ്റ കുതിപ്പിനവൻ മുകളിലത്തെ മുറിയിലേക്കെത്തി. പാതി ചാരിയിട്ടിരുന്ന വാതിലിന് മുന്നിലെത്തിയപ്പോൾ തന്നെ ബേബി പൗഡറിന്റെ മണത്തിനൊപ്പം അവനേറെ ഹൃദ്യമായൊരു ഗന്ധം കൂടി അവന്റെ നാസികത്തുമ്പിലേക്ക് ഒഴുകിയെത്തി. കണ്ണുകളടച്ച്
ആ ഗന്ധം ആസ്വദിച്ചുകൊണ്ടവൻ വാതിൽ തള്ളി തുറന്നു. എന്താ അച്ഛേ? നിറഞ്ഞ ചിരിയും ചിരിച്ച് കണ്ണുകളടച്ച് കൈകൾ വിടർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവന്റെ നിൽപ്പ് കണ്ട് ശ്രുതിക്കുട്ടിയുടെ ചോദ്യം കേട്ടതും കാറ്റ് പോയ ബലൂൺ പോലെ അവന്റെ മുഖം ചൊട്ടിപ്പോയി. അവൻ കണ്ണുകൾ തുറന്നു നോക്കി. ശ്രുതിക്കുട്ടി കുഞ്ഞിനെ മടിയിൽ വെച്ച് കട്ടിലിരിക്കുകയായിരുന്നു. കട്ടിലിൽ തന്നെ ചാരിക്കിടന്ന് പാട്ട് കേൾക്കുകയായിരുന്ന വിഭ അവനെ കണ്ട് ചാടി എഴുന്നേറ്റു. വളരെ നാളുകൾക്ക് ശേഷം അവളുടെ കണ്ണിൽ തെളിഞ്ഞ ആ തിളക്കത്തിന്റെ അർത്ഥമറിയാമായിരുന്ന അവന്റെ മുഖവും ഒരു ചിരിയിൽ വിടർന്നു. ഉണ്ണിയേട്ടൻ എപ്പോഴെത്തി? ദാ വന്ന് കയറിയതേ ഉള്ളൂ വിഭക്കുട്ടി. നാവുകൾ കുശലമന്വേഷിച്ചപ്പോൾ ഹൃദയങ്ങൾ കണ്ണുകളിലൂടെ പ്രണയിക്കുകയായിരുന്നു. അച്ഛന്റെയും വിഭാമ്മയുടെയും നില തെറ്റിയ പോലുള്ള ആ നിൽപ്പ് കണ്ട ശ്രുതിക്കുട്ടി കുഞ്ഞുണ്ണിയുമായി മെല്ലെ കാട്ടിൽ നിന്നും എഴുന്നേറ്റു. അച്ഛൊന്ന് ഫ്രഷ് ആക്, ഞാൻ അമ്മമ്മയോട് പറഞ്ഞ് ചായ എടുത്തു വെക്കാം. അവനെയും എടുത്തുകൊണ്ട് താഴേക്ക് നടക്കുന്നതിനിടയിൽ ശ്രുതിക്കുട്ടി വിളിച്ചു പറഞ്ഞു. വാവേ, കുഞ്ഞിനെയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോ സൂക്ഷിക്കണേ. ആ വിഭാമ്മേ. അവൾ ഇറങ്ങിപ്പോയതും സുദേവ് ചെന്ന് വാതിൽ ചാരി. തിരിയുമ്പോഴേക്കും വിഭ ഒരു കാറ്റുപോലെ വന്ന് അവനെ പൊതിഞ്ഞിരുന്നു. അവളെ വാരിപ്പുണർന്ന അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖം നിറയെ ഒരു പ്രണയകാവ്യം എഴുതവേ എന്തിനെന്നറിയാതെ നിറഞ്ഞ അവളുടെ കണ്ണുകളെയും തൂവാൻ അനുവദിക്കാതെ ചുണ്ടുകളാൽ മുദ്ര വെച്ചു അവൻ. ഉണ്ണിയേട്ട. മെല്ലെ അവളൊന്നു കുറുകി. അവളുടെ കാതിൻ തുമ്പിൽ നോവാതെ കടിച്ചിട്ട് അവനും മൂളി. എത്ര നാളായി ഉണ്ണിയേട്ട നമ്മള് ഇങ്ങനെ ഒന്ന് ചേർന്ന് നിന്നിട്ട്. അവൻ അല്പം കൂടി ബലം കൊടുത്ത് അവളെ കെട്ടിപ്പിടിച്ചു. ആവൂ, ഞെക്കി പൊട്ടിക്കോ? പൊട്ടിക്കട്ടെ. പറഞ്ഞതിനൊപ്പം മുഖമുയർത്തിയ അവൾ അവന്റെ കവിളിൽ ആഞ്ഞൊന്ന് കടിച്ചു. ഔ, എന്ത് കടിയാടാ പൊന്നൂസ ഇത്? അച്ചൂടാ, ഉണ്ണിക്കുട്ടനെ വേദനിച്ചോ? പിന്നെ വേദനിക്കാതെ. എനിക്ക് കൊതിയായിട്ടല്ലേ. അവന്റെ കവിളിൽ പതിഞ്ഞ പല്ലുകളുടെ പാടിൽ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നന്നായി, ഇനി ഞാനെങ്ങനെ ഈ പാടും വെച്ച് പുറത്തേക്കിറങ്ങൂടാ? പൊന്നു മോനി, നീ പുറത്തേക്കിറങ്ങണ്ട, ഇവിടെ ഇരുന്നോ. ചായയും ചോറുമൊക്കെ ഞാനിങ്ങ കൊണ്ടുവരാം. കൊള്ളാലോ പരിപാടി. എന്തേ, പിടിച്ചില്ലേ? പിടിച്ച്. അവൻ തലയാട്ടി. എന്നാ മോൻ ചെന്ന് വേഗം ഫ്രഷായിട്ട് വാ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. അതും പറഞ്ഞ ശേഷം അവന്റെ കവിളിൽ ഒരു ഉമ്മ കൂടി നൽകിയിട്ട് അവൾ പുറത്തേക്കിറങ്ങി. അന്ന് രാത്രി കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്ന സുദേവിന്റെ നെഞ്ചിൽ തല വെച്ച് കിടക്കുകയായിരുന്നു വിഭ. മുകളിലെ മുറിയിലേക്ക് മാറ്റിക്കെട്ടിയ തൊട്ടിലിൽ കുഞ്ഞുണ്ണി ഉറക്കത്തിലായിരുന്നു. സുദേവിന്റെ കഴുത്തിൽ കിടന്ന മാലയിൽ വിരലുകൾ ചുറ്റിപ്പിണച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഭ പറഞ്ഞു. കുഞ്ഞുണ്ണിയെ കൊണ്ട് ഞാൻ മുകളിലേക്ക് പോന്നതില് ശ്രുതിക്കുട്ടിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ണിയേട്ടാ. ഇന്നലെ വരെ അവളും ഞങ്ങളോടൊപ്പമായിരുന്നില്ലേ കിടന്നിരുന്നത്? അവളുടെ മുടിയിഴകൾ കൈകൊണ്ട് കോതി ഒതുക്കുന്നതിനിടയിൽ അവനൊന്ന് വെറുതെ മൂളി. ഞാൻ അവളോട് പറഞ്ഞതാ വേണമെങ്കിൽ നീയും പോരെന്ന്. എന്നിട്ട് അപ്പൊ അവള് പറയുവാണേ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ അവളില്ലെന്ന്. അച്ഛയുടെ മോള് തന്നെ. അത് കേട്ട് അടക്കി ചിരിച്ചുകൊണ്ടവൻ അവളുടെ നെറ്റിയിൽ പല്ലുകൾ കൊണ്ട് മെല്ലെ കരണ്ടു. ഇതെന്നതായി കാണിക്കുന്നേ? ചുമ്മാ നിന്നെ ഇങ്ങനെ കരണ്ട് അങ്ങ് തിന്നാൻ പോവുകയാണ്. ചിരിച്ചുകൊണ്ടവൾ അവന്റെ നെഞ്ചിലെ രോമങ്ങളിൽ പല്ലുകൾ കോർത്ത് നോവാതെ കടിച്ചു വലിച്ചു. ഉണ്ണിയേട്ടാ, ജ്യോതിഷ് സാറ് പറഞ്ഞ കാര്യത്തില് എന്ത് തീരുമാനമെടുക്കാനാ പ്ലാൻ? അതിനിയും സമയമുണ്ടല്ലോടാ. എന്ത് സമയം? ഇപ്പൊ തന്നെ 3 മാസം കഴിഞ്ഞില്ലേ. ഇനി ഒരു 3 മാസം കൂടി പെട്ടെന്ന് ഓടിപ്പോകും. അപ്പച്ചി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പച്ചി സമ്മതിക്കായികയൊന്നുമില്ല വിഭക്കുട്ടി. പക്ഷെ നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പച്ചിക്കതൊരു വിഷമമാകും. അത് നമ്മൾ കാണേണ്ടിയും വരും. അതാ കഷ്ടം. പ്രത്യേകിച്ചും കുഞ്ഞുണ്ണിയെ പിരിയുക എന്ന് പറഞ്ഞാൽ അപ്പച്ചി ഒട്ടും സഹിക്കില്ല. അതെ, ശബരിയും അധികം താമസിയാതെ ഇങ്ങോട്ട് പോരാനുള്ള തയ്യാറെടുപ്പില്ല. ശ്രീജയ്ക്ക് ഇവിടെയുള്ള ആ സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലി തരപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് UK പോകണമെന്നുണ്ടോ? കുറച്ചുനാള് പോയാ കൊള്ളാന്നുണ്ട്.
ചുമ്മാ സ്ഥലങ്ങളും കാണാം, അല്പം സമ്പാദിക്കുകയും ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാം. അതാ എനിക്കിഷ്ടം. നമ്മുടെ ആ സ്ഥലത്ത് ഒരു വീട് വെച്ച് അതിന് തൊട്ടടുത്ത് തന്നെ ശബരിയേട്ടനും ശ്രീജയും ഹരിയും ആശ്രയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. ജ്യോതിഷ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. അവൻ പറഞ്ഞു തുടങ്ങിയത് കേൾക്കാനുള്ള ആകാംക്ഷയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവളെ ദേഹത്തേക്ക് അല്പം കൂടി ഒന്ന് കയറ്റി കിടത്തിയിട്ട് അവൻ തുടർന്നു. അവിടെ ക്ലിനിക്കിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം അങ്ങോട്ട് പോകുന്നത് അഹല്യായിരിക്കുമെന്ന്. പുള്ളിക്കാരി ഒരു 6 മാസത്തോളം അവിടെ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. കാര്യങ്ങളെല്ലാം ത്രൂ ആയി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകണം. അതായത് കുഞ്ഞുണ്ണിക്ക് 1 വയസ്സ് കഴിയുമ്പോഴേക്കും പോകേണ്ടി വരുമെന്നർത്ഥം. കുറച്ചുനാൾ അവിടെ പോയി എല്ലാം ഒന്ന് സ്മൂത്തായി റൺ ചെയ്യുന്നതുവരെ നമുക്കവിടെ നിൽക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേണേൽ തിരിച്ചു പോരുകയും ചെയ്യാം. അപ്പോഴേക്കും ശബരിയും ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും അപ്പച്ചിക്ക് വിഷമാവില്ലേ ഉണ്ണിയേട്ടാ? ഏയ്, നമ്മൾ കുറച്ചു നാളത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അത് പിന്നെ അത്രയ്ക്ക് പ്രശ്നമാകില്ല. അവൾ അവന്റെ മീശത്തുമ്പിൽ തെരുപ്പിടിച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണുകൾ കൂർപ്പിച്ച് അവളെ ഒന്ന് നോക്കിയിട്ട് പുരികങ്ങൾ ഉയർത്തി അവൻ എന്തെന്ന് ചോദിച്ചു. ചുമലുകൾ പൂച്ചി പറഞ്ഞതിനൊപ്പം അവൾ ഒന്നുകൂടി ഉയർന്ന് അവന്റെ കണ്ണുകളിൽ അമർത്തി ഉമ്മ വെച്ചു. തിരികെ നെഞ്ചിലേക്ക് ചാരാൻ പോയ അവളെ അതിനനുവദിക്കാതെ അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് വിടർന്നു നിന്ന ആ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. കുറച്ചുനാളത്തെ വിരഹത്തിനൊടുവിൽ കണ്ടുമുട്ടിയ ചുണ്ടുകൾ ആവേശത്തോടെ പരസ്പരം സ്നേഹിക്കുവാൻ തുടങ്ങി. അവളുടെ ചുണ്ടുകളെ കൊതി തീരെ ലാളിച്ച ശേഷം താഴേക്കിറങ്ങിയ അവന്റെ മുഖത്തിന് ഇട നൽകാൻ അവൾ കഴുത്തുയർത്തി. ഇഴഞ്ഞു നീങ്ങിയ ചുണ്ടുകൾക്കൊപ്പം അവന്റെ കൈകളും അവളെ സ്നേഹിക്കുവാൻ തിരക്കു കൂട്ടിക്കൊണ്ടിരുന്നു. അഴിഞ്ഞു വീണ വസ്ത്രങ്ങൾക്കൊപ്പം മനസ്സിലടക്കി നിർത്തിയിരുന്ന കാമനകൾ കൂടി കെട്ടുപൊട്ടിച്ച് വെളിയിൽ ചാടിയപ്പോൾ അവന്റെ കരപരിലാളനങ്ങൾക്ക് വിധേയയായി അവൾ കിടന്നു. പതിയെ പതിയെ അവളെ തഴുകിയുണർത്തിയ അവൻ അമ്മയായി മാറിയ അവളിലെ പുതുഭാവങ്ങൾ കൂടി ആസ്വദിച്ചുകൊണ്ട് അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. ഒടുവിൽ എപ്പോഴോ ഒന്നായപ്പോൾ കുഞ്ഞൊരു വേദനയോടെ ഞരങ്ങിയ അവളിൽ നിന്നും അവൻ അകന്നു മാറാൻ തുടങ്ങിയപ്പോൾ വിടാതെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അവനെ തന്റെ ഉടലിന്റെ സ്വന്തമാക്കി. രാത്രിയുടെ ഏതോ യാമത്തിൽ തളർന്നു മയങ്ങിയ അവർ കുഞ്ഞുണ്ണിയുടെ കരച്ചിൽ കേട്ടാണ് എഴുന്നേറ്റത്. മുണ്ടു വാരിച്ചുറ്റി എഴുന്നേറ്റ സുദേവ് തൊട്ടിലിൽ ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞുണ്ണി വിതുമ്പി കരയുകയായിരുന്നു. ഇങ്ങ എടുത്തോ ഉണ്ണിയേട്ടാ, അവന് വിശന്നിട്ടാണെന്നാ തോന്നുന്നേ. ദീപ പറഞ്ഞത് കേട്ട് അവൻ കുഞ്ഞുണ്ണിയെ തൊട്ടിലിൽ നിന്നും എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവനെ മാറോട് ചേർത്തുകൊണ്ട് അവൾ കട്ടിലിലേക്ക് ചാരിയിരുന്നു. മുട്ടുകൈ കുത്തി കട്ടിലിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് കുഞ്ഞുണ്ണി പാല് കുടിക്കുന്നത് കൗതുകത്തോടെ നോക്കിയ സുദേവിനെ അവൾ പുരികങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും ചോദ്യഭാവേനെ നോക്കി. ഒന്നുമില്ലെന്ന് അവൻ തല ഇളക്കി. വാത്സല്യം നിറഞ്ഞൊരു ചിരി വിഭയുടെ മുഖത്ത് കളിയാടിയതിനൊപ്പം അവളുടെ കണ്ണുകളിലും അവനോടുള്ള വാത്സല്യം നിറഞ്ഞു. അപ്പോഴേക്കും ഉറക്കമായ കുഞ്ഞുണ്ണിയെ കട്ടിലിലേക്ക് കിടത്തിയിട്ട് സുദേവിന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ച അവൾ ആ വാത്സല്യത്തോടെ തന്നെ അവനെ തന്റെ മാറിലേക്ക് ചേർത്തു. ദിവസങ്ങൾ വീണ്ടും വിടരുകയും കൊഴിയുകയും ചെയ്തുകൊണ്ടിരുന്നു. 6-ാം മാസം കുഞ്ഞുണ്ണിക്കും കണ്ണനും ചോറൂണിനുള്ള സമയമായി. അപ്പോഴേക്കും ശ്രുതിക്കുട്ടി കുഞ്ഞുങ്ങളുമായി സംസാരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. സ്കൂളിൽ നിന്നും വന്നു കഴിഞ്ഞാൽ രണ്ടിനെയും എടുത്ത് അടുത്തടുത്തായി കിടത്തിയിട്ട് സ്കൂളിലെ വിശേഷങ്ങൾ പറയലാണ് അവളുടെ പ്രധാന പണി. അവൾ പറയുന്നതനുസരിച്ച് കണ്ണനും കുഞ്ഞുണ്ണിയും ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കി പ്രതികരിക്കുകയും ചെയ്യും. കേട്ടു നിൽക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവില്ലെങ്കിലും കണ്ണനും കുഞ്ഞുണ്ണിയും തിരികെ ശബ്ദമുണ്ടാക്കുന്നത് ഇന്നിന്ന കാര്യങ്ങൾ പറയുന്നതാണെന്ന് ശ്രുതിക്കുട്ടി വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. ഗുരുവായൂർ വെച്ചുള്ള ചോറൂണിന്റെ തലേ ദിവസം ഉച്ചയ്ക്ക് കളമശ്ശേരിയിൽ നിന്നും പുറപ്പെടാനാണ് അവർ തീരുമാനിച്ചിരുന്നത്. അന്ന് വൈകുന്നേരം ഗുരുവായൂരിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്ക് തന്നെ ചോറൂണ് നടത്താനായിരുന്നു ഉദ്ദേശം. പോകുന്ന ദിവസം കാലത്ത് 10 മണിയായപ്പോഴേക്കും കൊടുങ്ങല്ലൂരിൽ നിന്ന് ആശ്രയുടെ അമ്മയും ചേട്ടനും എത്തി. ഉച്ചയായപ്പോഴേക്കും രമച്ചിറ്റയും ഷാജിക്കുഞ്ഞച്ചനും ഒരു ഓട്ടോയിലുമായിട്ട് എത്തിച്ചേർന്നു. ഉച്ചക്കത്തെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹരി
ശ്രാവണിന്റെ കല്യാണക്കാര്യം എടുത്തിട്ടത്. അളിയനെന്താ കല്യാണക്കാരൊന്നും നോക്കുന്നില്ലേ? ആലോചനകളൊക്കെ വരുന്നുണ്ട് അളിയ. പക്ഷെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. പുള്ളി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും. എവിടെ പെണ്ണ് കാണാൻ ചെന്നാലും സ്ത്രീധനം എത്ര കൊടുക്കുമെന്നാ പുള്ളി ആദ്യം ചോദിക്കാറുള്ളത്. മോന്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടേ, ഒന്ന് നോക്കാവോ? ആശ്രയയുടെ അമ്മ ദൈന്യത നിറഞ്ഞ കണ്ണുകളോടെ ഹരിയെ നോക്കി. പിന്നെന്താ അളിയൻ ധൈര്യമായിരിക്കുന്നേ, നമുക്ക് ശരിയാക്കാം. ഈ സ്ത്രീധനം ചോദിക്കുന്നത് പോലും കുറ്റകരമാണെന്ന് അച്ഛൻ അറിയില്ലേ? അറിയുകയൊക്കെ ചെയ്യാം, പക്ഷെ പഠിച്ചതല്ലേ പാടുവളിയ. ശ്രീധരൻ ചേട്ടൻ ആള് കൊള്ളാലോ. ഹരിയുടെ ആലോചനയുമായി ചെന്നപ്പോ സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് മോളെ കൊടുക്കില്ലെന്ന് പറഞ്ഞ ആളാ. അമ്മ പറഞ്ഞത് കേട്ട് ആശ്രയുടെ മുഖം താഴ്ന്നത് കണ്ടതും ഹരി അമ്മയുടെ കയ്യിൽ കയറി പിടിച്ച് കണ്ണടച്ച് കാണിച്ചു. മോളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല, പക്ഷെ ഒരു കാര്യം പറയുന്നയാൾ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? അപ്പച്ചി അവളെ ആശ്വസിപ്പിച്ചു. ആ ഒരു നോട്ടമൊന്നും അച്ഛന് പണ്ടേ ഇല്ലമ്മേ. അവസരത്തിനൊത്ത് പുള്ളി വാക്കുകൾ മാറ്റും. ശ്രാവണിന്റെ ശബ്ദത്തിൽ നിറഞ്ഞിരുന്ന നിരാശ ശ്രദ്ധിച്ച സുദേവും വിഭയും മുഖമുയർത്തി നോക്കി. രമച്ചിറ്റയും ഷാജിക്കുഞ്ഞച്ചനും ആ സംസാരത്തിൽ ഇടപെട്ടില്ലെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കളമശ്ശേരി സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഈ അടുത്ത് CPO ആയിട്ട് ജോയിൻ ചെയ്തതാ. അതാലോചിച്ചാലോ? നല്ല കുട്ടിയാ. ആശ്രയുടെ അമ്മ എടുത്ത വായിക്ക് ചോദിച്ചു. അയ്യോ, പോലീസുകാരിയോ? അതിനെന്താ കുഴപ്പം? എന്തായാലും അച്ഛനെ പോലൊരാളുള്ള വീട്ടിലേക്ക് ഒരു പോലീസുകാരി തന്നെ മരുമോളായി വരുന്നതാ നല്ലത്. ആ, അത് ശരിയാ. ഹരി പറഞ്ഞതിനെ ആശ്രയം അനുകൂലിച്ചു. അളിയനെന്ത് പറയുന്നു? ഹരി ശ്രാവണിനെ നോക്കി. നല്ല കാര്യമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു മിനിറ്റ്, ഞാൻ കുട്ടിയെ കാണിച്ചു തരാം. ഹരി ഫോൺ എടുത്ത് ഗാലറിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ശ്രാവണിനെ കാണിച്ചു. അവന്റെ മുഖം തെളിഞ്ഞതിൽ നിന്നും കുട്ടിയെ അവൻ ഇഷ്ടമായി എന്ന് എല്ലാവർക്കും മനസ്സിലായി. അവനത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. എവിടെ നോക്കട്ടെ? ആശ്രയ ഫോണിനായി കൈനീട്ടി. ആ, നല്ല കുട്ടിയാണല്ലോ. എന്താ ഹരിയേട്ട പേര്? അഞ്ജന. അച്ഛന് ആലുവയിലൊരു ബേക്കറി ഉണ്ട്. അമ്മ ഹൗസ് വൈഫാണ്. ഒരേ ഒരു മോള്. എവിടെ നോക്കട്ടെ? ദീപയും ഫോണിന് വേണ്ടി കൈനീട്ടി. അവൾ കണ്ടിട്ട് ഫോൺ സുദേവിന് നേർക്ക് നീട്ടി. കൊള്ളല്ലോ ഉണ്ണിയേട്ടാ. ഇഷ്ടമായെങ്കിൽ നാളെ ഗുരുവായൂരിൽ നിന്നും വരുന്ന വഴിക്ക് നമുക്ക് പെണ്ണ് കാണാം. ഇവിടെ ആലുവയിൽ തന്നെയാ കൊച്ചിന്റെ വീട്. പക്ഷെ അച്ഛനില്ലാതെ പോയാ അത് പ്രശ്നമാവില്ലേ ചേട്ടാ? മാത്രമല്ല ജാതകവും നോക്കണ്ടേ? അച്ഛന്റെ കാര്യം നിങ്ങൾ എനിക്ക് വിട്. ഇന്ന് വൈകിട്ട് ഞാൻ നേരിട്ട് പുള്ളിയെ വിളിച്ച് സംസാരിച്ചോളാം. നിങ്ങളാരും ഒന്നും പറയാൻ നിൽക്കണ്ട. ഇവർക്ക് പരസ്പരം കണ്ട് സംസാരിച്ച ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജാതകം കൂടി നോക്കാം. അളിയൻ ഓക്കെയല്ലേ? ഹരിയുടെ ചോദ്യത്തിന് ശ്രാവൺ തല കുലുക്കി. അപ്പോ അത് ഫിക്സ്. നാളെ തിരികെ വരുന്ന വഴി നമ്മൾ അളിയന് വേണ്ടി പെണ്ണ് കാണാനും കൂടെ പോകുന്നു. അയ്യോ, തിരികെ വരുമ്പോ ഞങ്ങളും വണ്ടിയിലുണ്ടാവില്ലേ? രമച്ചിറ്റ അല്പം വിമ്മിഷ്ടത്തോടെയാണ് ചോദിച്ചത്. അതിനെന്താ, ദീപക്കുട്ടിയുടെ ചിറ്റയും കുഞ്ഞച്ചനുമല്ലേ? നിങ്ങൾ കൂടി ഉണ്ടായി എന്ന് വെച്ച് ഒരു കുഴപ്പവുമില്ല. അപ്പച്ചി പറഞ്ഞതോടെ പിന്നെ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിഞ്ഞ് 2 മണിയായപ്പോഴേക്കും പോകാനുള്ള ടെമ്പോ ട്രാവലറും എത്തിച്ചേർന്നു. കുഞ്ഞുങ്ങളെ കൂടാതെ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും 14 സീറ്റിന്റെ ടെമ്പോ ട്രാവലറാണ് സുദേവ് ബുക്ക് ചെയ്തിരുന്നത്. ഉച്ച തിരിഞ്ഞ് 4 മണിയോടെ ഗുരുവായൂരിൽ എത്തിച്ചേർന്നവർ എലൈറ്റിൽ തന്നെയാണ് റൂമുകൾ എടുത്തത്. വൈകിട്ട് അമ്പലത്തിൽ കയറി തൊഴുതതിനു ശേഷം രാത്രി ഭക്ഷണവും കഴിച്ചിട്ട് ഹരിയും ആശ്രയവും കൂടി ശ്രാവണും അമ്മയുമുള്ള റൂമിൽ ചെന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അച്ഛനെ വിളിച്ച് കല്യാണാലോചനയുടെ കാര്യം സംസാരിച്ചു. കേട്ട ഉടനെ പുള്ളി ആദ്യം ചോദിച്ചത് സ്ത്രീധനം എന്ത് കിട്ടും എന്നായിരുന്നു. അത് കേട്ടതും ഹരി അങ്ങേരെ ഒന്ന് വിരട്ടി. സ്ത്രീധനം ചോദിച്ചെന്നും പറഞ്ഞ് അച്ഛനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്നും തൽക്കാലത്തേക്ക് അത് ഒതുക്കി തീർത്തിട്ടുണ്ടെന്നും ഇനിയും ഇതുപോലെ വല്ല പ്രശ്നവും വന്നാൽ അകത്ത് പോകുമെന്നും പറഞ്ഞതോടെ അങ്ങേര് വീണു. എന്തായാലും പറഞ്ഞതുപോലെ നിങ്ങൾ ആ കുട്ടിയെ പോയത് കണ്ടിട്ട് വാ. നല്ലതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നും പറഞ്ഞ് അങ്ങേര് കോൾ കട്ട് ചെയ്തു. അപ്പോ അളിയ ചെലവുണ്ട് കേട്ടോ. ഫോൺ താഴെ വെച്ച ശേഷം ഹരി പറഞ്ഞത് കേട്ട് ശ്രാവൺ സന്തോഷത്തോടെ തലകുലുക്കി. ആ സമയം തങ്ങളുടെ മുറിയിൽ പിറ്റേ ദിവസം വെളുപ്പിനിടാനുള്ള ഓറഞ്ച് കളർ കരയുള്ള സെറ്റ് സാരിയും ബ്ലൗസും എടുത്തു വെക്കുകയായിരുന്നു വിഭ.
സുദേവിനിടാൻ അതേ നിറമുള്ള കരയോടുകൂടിയ ഒരു കസവുമുണ്ടും കസവിന്റെ ഒരു വേഷ്ടിയുമാണ് അവൾ എടുത്തു വെച്ചിരുന്നത്. എല്ലാം ചുളിവ് തട്ടാതെ എടുത്തു വെച്ച ശേഷം വിഭ കുഞ്ഞുണ്ണിയെ കളിപ്പിക്കുകയായിരുന്ന സുദേവിന് നേർക്ക് തിരിഞ്ഞു. ഉണ്ണിയേട്ടാ പോവാ. എങ്ങോട്ട്? അന്ന് നമ്മൾ ഒരുമിച്ച് ആദ്യമായി വന്നപ്പോ രാത്രി പോയില്ലേ ഡാൻസ് ഒക്കെ കാണാൻ? എനിക്ക് അവിടെ പോയി ഡാൻസ് കാണണം. പിന്നെ ഞാൻ ആദ്യമായി ഇങ്ങനെ ഉണ്ണിയേട്ടാന്ന് വിളിച്ച ആ ചെറിയ കടയിൽ പോയി കട്ടൻ ചായയും കുടിക്കണം. ഈ കള്ള വടക്കൂസ് വഴക്കുണ്ടാക്കൂടാ. തന്റെ ചൂണ്ടുവിരൽ കുഞ്ഞി കൈകൾ കൊണ്ട് പിടിച്ച് വായിലാക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുണ്ണിയെ നോക്കി സുദേവ് ചോദിച്ചു. അവൻ ഡാൻസ് കണ്ടിരുന്നോളും ഉണ്ണിയേട്ടാ. അവൾ ചിണുങ്ങാൻ തുടങ്ങിയതോടെ സുദേവ് എഴുന്നേറ്റ് ഷർട്ട് എടുത്തിട്ടു. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആശ്രയയും ഹരിയും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. സുദേവിന്റെ തോളിൽ കിടന്നിരുന്ന കുഞ്ഞുണ്ണി ആശ്രയുടെ കയ്യിലിരിക്കുന്ന കണ്ണനെ കണ്ടതും ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഉണ്ണിയേട്ടാ മാവയെ കൂടി വിളിച്ചോട്ടോ. ആശ്രയുടെ കയ്യിലിരുന്ന കണ്ണനെ കൊഞ്ചിക്കുന്നതിനിടയിൽ വിഭ പറഞ്ഞത് കേട്ട് ശ്രുതിക്കുട്ടിയും അപ്പച്ചിയും കിടക്കുന്ന റൂമിനടുത്തേക്ക് സുദേവ് കുഞ്ഞുണ്ണിയെ കൊണ്ട് നടക്കാൻ തുടങ്ങി. ഞാൻ വിളിച്ചോളാം ചേട്ടാ അവളെ. ഹരി സുദേവിനെ പിന്നിലാക്കി മുന്നോട്ട് ചെന്നു. ഡോറിൽ തട്ടിയപ്പോൾ ശ്രുതിക്കുട്ടി അകത്തു നിന്നും വിളിച്ചു ചോദിച്ചു. ആരാ? ഞാനാടാ വാവേ, വാതിൽ തുറക്ക്. ഇളയച്ചനാ അമ്മമ്മേ. അവൾ അകത്ത് അപ്പച്ചിയോട് പറയുന്നത് അവർ കേട്ടു. അതോടൊപ്പം ആ വാതിൽ തുറക്കുകയും ചെയ്തു. പുറത്തേക്ക് പോകാനെന്നതുപോലെ റെഡിയായി നിൽക്കുന്ന എല്ലാവരെയും കണ്ട് അവൾ മുഖം ചുളിച്ചു. ഇതെങ്ങോട്ടാ എല്ലാരും കൂടി? നിന്റെ അച്ഛനെ പണ്ട് വിഭാമ ആദ്യമായിട്ട് ഉണ്ണിയേട്ടാന്ന് വിളിച്ച കട കാണാൻ പോവുകയാ. വരുന്നേ വാ. ആശ്രയ പറഞ്ഞത് കേട്ട് അവൾ വാ പൊളിച്ചു. അങ്ങനെ ഒരു കടയുണ്ടോ? ആ വായ അടച്ചു വെച്ചിട്ട് വരുന്നേ വാടി. അച്ഛന്റെ വായിൽ നിന്നും അതുകൂടി കേട്ടതോടെ അപ്പച്ചിയോട് പറഞ്ഞിട്ട് അവളും വെളിയിൽ ചാടി. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. See you soon.